ജീനാന്റെ അടുത്ത് ഇപ്പോൾ ഫ്രണ്ടും ശരിക്കും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. പക്ഷെ ജീനാനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. സോ കുറച്ചു നാളത്തേക്ക് ഇവനെ നോക്കുവാനായിട്ട് എന്നെ ഒരാൾ ഏൽപ്പിച്ചു. അയാൾ കുറച്ച് പണവും നൽകി. അതുകൊണ്ട് തന്നെ ഇവനെ നോക്കുക എന്നതാണ് എന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്നും എല്ലാ കാര്യങ്ങളും സോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും നിന്നെയും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നതായിരിക്കുമെന്നും ഫ്രണ്ടിന്റെ അടുത്തായിട്ടും ജീനാൻ പറയുന്നു. ജീനാൻ പറയുന്ന കാര്യങ്ങൾ പലതും കള്ളമാണെന്നുള്ള കാര്യം ഹൂലിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിൽ പോലും കുറച്ചു കാലം ഫുഡൊക്കെ കഴിച്ചിരിക്കുവാനായിട്ട് ഈ ഒരു കഫേയിൽ തന്നെ താൻ വരുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന രീതിക്കാണ് ഹൂലിയും ആലോചിക്കുന്നത്. നിലവിൽ ഹൂലി താമസിച്ചുകൊണ്ടിരുന്ന വീടെല്ലാം തന്നെ ഇപ്പോൾ ചെയർമാൻ ബെയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. സോ ബെയ്യും അവിടെയുള്ള ഹൂലിയുടെ സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് ബെയ്യുടെ സാധനങ്ങളും വെക്കുന്നു. ഈ ഒരു സമയത്ത് മാനേജർ ഹൂലിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അവാർഡുകളെല്ലാം തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് അവിടെ നിന്ന് മാറ്റുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ബെയ്യും മാനേജറിനെ കാണുവാനായിട്ട് എത്തുന്നത്. ഇനി മുതൽ ഞാനായിരിക്കും ഇവിടെ താമസിക്കുവാനായിട്ട് പോവുക. നിനക്ക് വേണമെങ്കിൽ എന്റെ മാനേജറായിട്ട് എന്റെ കൂടെ കൂടാം. ഞാനും ഇരട്ടി തുകയൊക്കെ നൽകുന്നതായിരിക്കുമെന്നുള്ള രീതിക്ക് ഈ മാനേജറിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും മാനേജർ ഹോലിയുടെ അടുത്ത് അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഹോലി മരിച്ചിട്ടില്ല എന്നും അവൻ ഉറപ്പായിട്ടും തിരിച്ചെത്തുമെന്നും ആ ഒരു സമയത്ത് ഞാൻ അവന്റെ ഒപ്പമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുമൊക്കെ മാനേജറും പറയുന്നു. ഇപ്പോൾ ബേ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇരട്ടി പണമെന്ന ആ ഒരു ഓഫർ എല്ലാം തന്നെ നിരസിച്ചുകൊണ്ടാണ് ഹോലിയുടെ മാനേജറും ഇരിക്കുന്നത്. ഹൂലിയും ഒരു പിയാനോ കഫേലിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊക്കെ വായിച്ചു നോക്കുകയാണ്. പക്ഷെ ഹൂലിയുടെ അടുത്ത് അത് വായിക്കാനായിട്ട് പാടില്ല എന്ന് ജിനാനും പറയുന്നു. അതായത് ഈ ഒരു കഫേയുടെ ഓണറാണ് അവിടെ പിയാനോ ഒക്കെ വെച്ചിട്ടുള്ളത്. സോ പിയാനോവും ആരും തൊടുന്നത് ഓണർക്ക് ഇഷ്ടമില്ല. ജിനാൻ എത്രയൊക്കെ നിർത്തുവാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഹൂലി പിയാനോ ഒക്കെ വായിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ ഓണറും എത്തുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഓണർ പ്രണയത്തിലൊക്കെ ആയ സമയത്ത് ഓണറുടെ ബോയ് ഫ്രണ്ടും ഇതേപോലെ തന്നെ പിയാനോ വായിക്കുമായിരുന്നു. അതേ സെയിം സാധനമാണ് ഇപ്പോൾ ഹൂലിയും വായിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഹൂലിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഓണറുടെ പഴയ ലവറിനെ പോലെ തന്നെ തോന്നിക്കുമെന്ന രീതിക്കാണ് ഓണറും സംസാരിക്കുന്നത്. ലവോറും തന്നെ വിട്ട് പോയതിനു ശേഷം താൻ ഈ ഒരു മ്യൂസിക് ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഓണർ പറയുമ്പോഴത്തേക്കും ഹോലിയും ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറിക്ക് അവരുടെ അടുത്തായിട്ടും പറയുന്നു. അതായത് ഇതേ സോങ് ഒക്കെ കേട്ടിട്ടായിരുന്നു ഞാനും എന്റെ ലവോറും കൂടി കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവൾക്ക് ലുക്കീമിയൊക്കെ ബാധിച്ചു. അങ്ങനെയൊക്കെ അവളും എന്നെ വിട്ടുപോയി. പിന്നീട് ഒരിക്കൽ പോലും ഈ ഒരു മ്യൂസിക് വായിച്ചു നോക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പിയാനോ കണ്ടപ്പോഴത്തേക്കും എനിക്കത് വായിക്കണമെന്ന് തോന്നി. ഞാനും ഒന്നും ചിന്തിക്കാതെ അത് വായിച്ചു. ഇതാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും ഓണർക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ജീനാനും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ്. ഇപ്പോൾ അവന് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കഫേൽ വന്നതെന്നെല്ലാം തന്നെ പറയുന്നു. ഇതൊക്കെ കേട്ട് വിശ്വസിച്ച ഓണറാകട്ടെ ഇപ്പോൾ ഹൂലിയോട് ആ കഫേൽ തന്നെ വർക്ക് ചെയ്തോളുവാനായിട്ടാണ് പറയുന്നത്. സോ ഓണർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോലി മ്യൂസിക് ഒക്കെ വായിച്ചു കളിപ്പിക്കുന്നു. അടുത്തതായിട്ട് ബെയിനെ കാണിക്കുമ്പോഴത്തേക്കും ബെയ് ആയിരുന്നു വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്ന ഹോലിനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷവും ഹോലി എങ്ങോട്ടേക്കാണ് പോയതെന്നൊക്കെ ബെയും ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ജീനാന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഹോലിനെ ബെയും കണ്ടത്. സോ എന്തുകൊണ്ടായിരിക്കും ജീനാന്റെ വീടൊക്കെ തേടിയിട്ട് ഹോലി പോയിട്ടുണ്ടാവുക എന്നൊക്കെ ബെയും ഓർക്കുകയാണ്. ഈഫയും ഇപ്പോൾ ഹോലിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ബെയിനെ കണ്ടിട്ടുണ്ടായിരുന്ന ഈഫയും കയ്യിലുണ്ടായിരുന്ന ബാഗ് വെച്ചിട്ട് അവനെ തല്ലുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു. നേരത്തെ ആ ഒരു വീട്ടിൽ ഹോലി ആയിരുന്നല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഹോലി തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഗേൾഫ്രണ്ട് ആക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഈഫയും ഹോലി അറിയാതെ ആയിരുന്നു അവന്റെ വീടിന്റെ കീഴെ കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഹോലി ഇല്ലാത്ത വിഷമത്തില് ഈഫയും ഹോലിയുടെ വീട്ടിലേക്ക് താമസിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതും. താൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ തനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്ന രീതിക്കൊക്കെ അവൾ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു വീട് കമ്പനിയായിട്ട് തന്നെ എനിക്ക് നൽകിയതാണ്. പിന്നെ ഹോലി അവൻ മരിച്ചു പോയല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ ഞാൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന രീതിക്കൊക്കെ ബേസ് സംസാരിക്കുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും ഹോലിയുടെ ബോഡി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചതായിട്ട് ഞാൻ കരുതുന്നുമില്ല. ഒരിക്കൽ അവൻ തിരിച്ചു വരും. അവൻ വരുന്നത് വരെ ഞാനും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന രീതിക്ക് ഈ ഫെയിം സംസാരിക്കുന്നു. ഹൂലി എങ്ങാനും ഇനിയും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനൊരു ഐഡോൾ ആണെന്നുള്ള കാര്യം ബാക്കിയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഹോലിയുടെ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ജീനാനും. അതിന്റെ ഇടയ്ക്ക് അവർ ഒന്നിച്ച് വീഴുന്ന സമയത്ത് ജീനാനും അവന്റെ കണ്ണുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ ഇനി എപ്പോഴും നീ ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് വേണം നടക്കുവാൻ, കൂടാതെ എന്റെ കണ്ണിലൊന്നും നോക്കാനായിട്ട് പാടില്ല എന്ന രീതിക്കൊക്കെ ഹോലിയുടെ അടുത്തായിട്ടും പറയുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഹോലിക്കും ശരിക്കും ജീനാനുമായിട്ട് താൻ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന സംശയം തോന്നുകയാണ്. എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് അവനും വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഈഫയൊക്കെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ബോധമില്ലാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ബെയ്യും അവളെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്.
ജീനാനും തനിക്ക് കിട്ടുന്ന സാലറിയും ഹോലിക്ക് കിട്ടുവാനായിട്ട് പോകുന്ന സാലറിയും എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സ്പെൻസിനെ കുറിച്ച് എല്ലാം തന്നെ എഴുതി വെക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവളുടെ ഡയറിയിൽ നിന്നും അവളുടെയും അമ്മയുടെയും കൂടിയുള്ള ഒരു ഫോട്ടോ ഒക്കെ കിട്ടുന്ന അവളാകട്ടെ, നമുക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം തന്നെ ഞാൻ ഉടനെ തന്നെ വീട്ടുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് പണമൊക്കെ സേവ് ചെയ്തിട്ട് ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്യുകയും നല്ലൊരു റിപ്പോർട്ടറായി മാറുകയും ചെയ്യുമെന്നൊക്കെ അവളും പറയുന്നു. ഇപ്പോൾ ചീനാനെ കാണുവാനായിട്ട് ഹോലി എത്തുന്നു. നിലവില് എനിക്കെന്റെ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും നീ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി. സോ ഞാനും നിന്റെ കൂടെ കൂടുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് കഷ്ടപ്പെട്ട് വർക്കൊക്കെ ചെയ്ത് പണമൊക്കെ സമ്പാദിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഹോലിയും ജീനാനോടായിട്ട് പറയുന്നു. അതിനുശേഷം അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം പ്യുവർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കിസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന രീതിക്ക് ചീനാനും സംസാരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹൂലിയുടെ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ കിസ് ചെയ്യുകയാണെങ്കിൽ അവന്റെ അടുത്ത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ എടുക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെയാണ് അവളും പറയുന്നത്. പിന്നീട് എന്നാൽ നമുക്ക് ഒന്നിച്ച് കിടന്നുറങ്ങിയാലോ എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും അതിനെ സമ്മതിക്കുന്നില്ല. അവളുടെ മുറിയിൽ അവനോട് കിടന്നോളവൻ പറഞ്ഞിട്ട് മുകളിൽ പോയി കിടക്കുവാനായിട്ട് അവളും ശ്രമിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു നേരത്തെ അവളുടെ ഡയറിയൊക്കെ മാറ്റിയിട്ടില്ല എന്ന കാര്യം അവളും ഓർക്കുന്നത്. സോ അവൾ ആ ഒരു ഡയറിയൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവനും എന്താണ് ആ ഡയറിയിൽ ഉള്ളതെന്ന് ചോദിക്കുന്നു. അവളാകട്ടെ ബഡ്ജറ്റൊക്കെ എഴുതിയിട്ടുള്ള ഒരു പ്ലാനറാണ് ഇതേന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവനും അത് തട്ടിപ്പറിച്ചിട്ട് അവൾക്ക് കൊടുക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവർ തമ്മിൽ ഒരു പിടിവലിയൊക്കെ നടന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ബെഡിൽ വീണിട്ട് അവരും ആക്സിഡന്റലായിട്ട് കിസ് ചെയ്യുന്നു. ആ ഒരു കിസ്സിന് ശേഷം അപ്പോൾ തന്നെ അവളും അവിടെ നിന്നും ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് അവർക്കും പരസ്പരം നോക്കാനായിട്ട് പോലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരും ഫുഡ് കഴിക്കുവാനായിട്ട് പോകുന്നു. ഹോലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അവർക്ക് വലിയൊരു തുക തന്നെ നൽകാമെന്ന രീതിക്ക് ഇപ്പോൾ ഈഫയും ഒരു പോസ്റ്റ് ഒക്കെ ഇടുകയാണ്. കൂടാതെ നേരത്തെ ഹോലിയുടെ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ആളെ മീറ്റ് ചെയ്യാമെന്നും ഈഫയെ സമ്മതിക്കുന്നു. ഇതെല്ലാം തന്നെ ബെയും അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഈഫ ഇവിടെ നാട്ടിൽ വന്ന കാര്യം ഒന്നും തന്നെ ഈഫയുടെ അച്ഛൻ അറിയിക്കുകയില്ല എന്നും അതൊക്കെ അച്ഛനെ അറിയിക്കട്ടെ എന്നുമുള്ള രീതിക്ക് ബെയ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൂലി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ ആ ഒരു പ്രശ്നത്തിന്റെ കോൺസിക്വൻസസ് എല്ലാം തന്നെ ഞാനും നേരിടുവാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിക്ക് ഈവയും സംസാരിക്കുന്നു. ഹോലിയും ആദ്യത്തെ ദിവസം എന്ന രീതിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുവാനായിട്ട് കഫേയിൽ എത്തുകയാണ്. ഹൂലിനെ ഓൾറെഡി ആ ഒരു കഫേയിലെ ഓണർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കഫേയിലെ ഓണറും നല്ലൊരു രീതിക്കുള്ള വെൽക്കം ഒക്കെ അവനും നൽകുകയാണ്. ഇതുവരെ ആയിട്ടും അവിടെ വർക്ക് ചെയ്യുവാനായിട്ട് വന്ന ഒരു സ്റ്റാഫ്സിനും ഇതുപോലത്തെ ഒരു വെൽക്കം ഒന്നും തന്നെ ഓണർ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യമൊക്കെ ജീനാനും ഫ്രണ്ടിനോട് പറയുന്നു. ഇനി ഓണറും തന്റെ തിരക്കുകൾ കാരണം അവിടെ നിന്ന് പോകുന്ന സമയത്ത് താൻ ഏത് രീതിക്കുള്ള ജോലികളാണ് ചെയ്യേണ്ടതെന്ന് ഹൂലിയും ചോദിക്കുകയാണ്. സോ ആദ്യമായിട്ട് തന്നെ ഹൂലിയെ വെൽക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരൊന്ന് സെലിബ്രേഷൻ ഒക്കെ നടത്തിയ സമയത്ത് ഒരുപാട് വേസ്റ്റ് ഒക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിക്കോ എന്ന് ചീനാനും അവനോടായിട്ട് പറയുന്നു. സോ അവനും അവന്റെ ഡ്യൂട്ടീസ് ഒക്കെ തുടങ്ങുന്നു.